പ്രിയപ്പെട്ട ബ്ലോക്ക് പ്രസിഡന്റുമാരെ, സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, ദീർഘമായ പ്രസംഗത്തിന് ഞാൻ മുതിരുന്നില്ല. കാരണം നമ്മുടെ ജില്ലാ പ്രസിഡന്റും അതുപോലെ തന്നെ ACC മെമ്പറും UVM വർഗീസും എല്ലാ സ്വാഗത പ്രസംഗത്തിലെല്ലാം ഈ പാർട്ടിയുടെ ശക്തിയെക്കുറിച്ചും ഈ പാർട്ടിയുടെ പ്രസക്തിയെക്കുറിച്ചും എല്ലാം വളരെ വിശദമായി ഇവിടെ വിശദീകരിച്ചു കഴിഞ്ഞു. എന്താണ് ഈ കൺവെൻഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നതെന്നല്ല നമ്മുടെ ജില്ലാ പ്രസിഡന്റ് വളരെ സവിസ്തരം ഇവിടെ പ്രതിപാദിച്ചു കഴിഞ്ഞു. നമുക്കറിയാം, ഇന്ന് രാജ്യം വളരെയേറെ അപകടകരമായ ഒരു മേഖലയിലേക്കാണ് കടന്നുകൊണ്ടിരിക്കുന്നത്. BJPയുടെ ഭരണം ഈ രാജ്യത്തിൻ്റെ മതേതരത്വവും ജനാധിപത്യവും ഐക്യവും അഖണ്ഡതയും തകർക്കുന്ന രീതിയിലേക്ക് കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനെതിരെ ശക്തമായി പ്രതിരോധിക്കാനും അതിനെ ശക്തമായി എതിർക്കാനും ഇന്ന് ഈ രാജ്യത്ത് ഒരു പാർട്ടി ഇല്ല എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് പ്രതിപക്ഷ പാർട്ടിയാണെങ്കിലും BJPക്കെതിരായി ശക്തമായ ഒരു നീക്കം നടത്താൻ ഇന്ന് അവർക്ക് സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഇന്ത്യ മഹാസഖ്യം എന്ന് പറഞ്ഞ ഒരു സഖ്യം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഞാൻ നമ്മുടെ പാർട്ടിയുടെ കാര്യങ്ങളിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് പറയാൻ കാരണം, ഒരു ഹിന്ദുത്വ അജണ്ടയാണ് ഇന്ന് നമ്മുടെ മോഡി സർക്കാർ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ അജണ്ടയിലേക്ക് പോകുന്നതിൻ്റെ കാരണം, ഈ രാജ്യം ഒരു ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റണമെന്നുള്ള ഗോൾവാക്കറുടെയും RSSന്റെ നേതാവ് മോഹൻ ഭഗത്തിൻ്റെയൊക്കെ ആഗ്രഹം നടത്തി കൊടുക്കുക എന്നുള്ള ഒരു അജണ്ട മാത്രമാണ് ഇന്ന് നമ്മുടെ പ്രധാനമന്ത്രിക്കും അതുപോലെ തന്നെ ആഭ്യന്തരമന്ത്രിക്കും മുമ്പിലുള്ളത്. അതിനെതിരെ ശക്തമായി പോരാടേണ്ട ഒരു ശക്തമായ പ്രതിപക്ഷ നിലയാണ് കോൺഗ്രസിൽ നിന്നുള്ള കാര്യം ഈ രാജ്യത്തെ കോൺഗ്രസ്സുകാർ മറന്നു പോകുന്നു. അവരെന്താണ് ഇവരെ കാണിച്ചു കൂട്ടുന്നത്? അവർക്ക് ഒരു ശക്തമായ പ്രതിപക്ഷം ഉണ്ടോ? രാഹുൽ ഗാന്ധി ഈ അടുത്ത കാലത്ത് പറഞ്ഞത് സത്യമാണെങ്കിൽ, അതായത് വോട്ട് കച്ചവടം നടത്തിയെന്നും മഹാരാഷ്ട്രയിലും കർണാടകയിലും വോട്ട് മറിച്ചു വെച്ചുവെന്നും അല്ലെങ്കിൽ വോട്ടർമാരെ കൂടുതൽ ചേർത്തുവെന്നും ആ വോട്ടർമാർ വന്നാണ് വോട്ട് ചെയ്തത് ഈ മോഡി സർക്കാരിന്റെ അധികാരത്തിൽ കൊണ്ടുവന്നെന്നും പറയുന്നത് സത്യമാണെങ്കിൽ, നമ്മളൊന്ന് ചിന്തിക്കണം, ഈ രാജ്യം അപകടത്തിലേക്കാണ് പോകുന്നത്. അതിനെതിരെ ശക്തമായി പ്രതികരിക്കേണ്ട സമയമാണ് തെരഞ്ഞെടുപ്പുകൾ എന്ന് പറയുന്നത്. ആ തെരഞ്ഞെടുപ്പിൽ നമ്മൾ മത്സരിക്കേണ്ടതും അവിടെ നമ്മൾ ജയിക്കേണ്ടതും ശക്തമായ എതിരാളികളെ പരാജയപ്പെടുത്തിക്കൊണ്ട് തന്നെ അവിടെ പോരാടണമെങ്കിൽ നമ്മളിവിടെ ശക്തമായി പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ സാന്നിധ്യം ഈ മണ്ഡലങ്ങളിലും അതുപോലെ തന്നെ നമ്മുടെ ജില്ലകളിലും സംസ്ഥാനങ്ങളിലും നമ്മൾ കാഴ്ചവെക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ മാത്രമല്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുഴുവനും. ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ തൃശ്ശൂർ ജയിച്ച സുരേഷ് ഗോപിയെ കുറിച്ച് പറഞ്ഞു. അദ്ദേഹവും അവിടെ വോട്ട് കള്ളവോട്ട് ചെയ്താൽ മേടിച്ചെന്ന്. അദ്ദേഹം താമസിച്ചിരുന്ന വീട്ടിലെ 11 വോട്ടുകൾ അവിടെ ഇന്നിപ്പോൾ ആള് താമസമില്ല. ആ വീട്ടിൽ പോയിട്ട് 11 വോട്ടുകളാണ് ചേർത്തിരിക്കുന്നത്. ഈ 11 വോട്ടുകൾ ചേർത്തതും കള്ളവോട്ടുകളാണ്. അവിടെ വീട്ടു നമ്പറില്ല, വീട്ടു പേരില്ല, വയസ്സ് 74, 75, 90 വയസ്സായ ആൾക്കാർക്ക് കന്നി വോട്ട്. ഈ രീതിയിലെല്ലാം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നാൽ ഈ രാജ്യത്തിന്റെ പോക്ക് എങ്ങോട്ടാണെന്ന് നമ്മൾ സ്വയം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഞാനൊരു കഥ പറയാം. വളരെ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞൊരു കഥയാണ്. കൽക്കട്ടയിൽ നിന്ന് ഒരു മലയാളി ഭർത്താവും ഭാര്യയും അവരൊരു കുഞ്ഞു കൊച്ച്, ഏതാണ്ട് 1 വയസ്സായിട്ടില്ല, ആ കുട്ടിയും കൂടി തീവണ്ടി യാത്രയുണ്ട്. ഏതാണ്ട് 60-70 കാലഘട്ടങ്ങളിലെ കാര്യം ഞാൻ ഈ പറയുന്നത്. 55-60-65 കാലഘട്ടങ്ങളിലെ കഥയാണ് ഞാൻ ഈ പറയുന്നത്. ആ വണ്ടിയിൽ കയറിയ ഭാര്യയും ഭർത്താവും ആ കൊച്ചും തീവണ്ടി വിടാറായപ്പോൾ ഈ കുഞ്ഞ് വല്ലാത്ത കരഞ്ഞിട്ട് നിൽക്കുന്നില്ല. കാരണം അതിന് വിശന്നിട്ട. അപ്പോൾ അമ്മയ്ക്ക് മുലപ്പാൽ കൊടുക്കണം. പക്ഷെ ട്രെയിനിലെ തിരക്ക് കാരണം ആ അമ്മയ്ക്ക് എങ്ങനെ ഫീഡ് ചെയ്യാൻ പറ്റും? ആ അമ്മയ്ക്ക് മുലപ്പാൽ കൊടുക്കാൻ പറ്റാതെ അവസ്ഥയിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്ന കുഞ്ഞിനെ തൻ്റെ തൊട്ടടുത്തിരുന്ന ഭർത്താവ് ഒരു കുപ്പി എടുത്തു കൊടുത്തിട്ട് ആ പ്ലാറ്റ്ഫോമിൽ നിന്ന ഒരു മനുഷ്യനോട് പറഞ്ഞു, ചേട്ടാ എനിക്ക് ഒരു ഗ്ലാസ് പാല് വാങ്ങിച്ചു തരുമെന്ന് ചോദിച്ചു. ഇവരെല്ലാം തിരഞ്ഞു ചെന്ന് മേടിക്കാൻ പറ്റില്ല, വണ്ടിയിൽ നല്ല തിരക്കാണ്. മാത്രമല്ല വണ്ടി വിടാൻ സമയമാണ്. അയാൾ ഒരു 10 രൂപ നോട്ട് എടുത്ത് കൊടുത്ത് ഒരു കുപ്പിയും കൊടുത്തിട്ട് പറഞ്ഞു, ചേട്ടാ എനിക്കൊരു ഗ്ലാസ് പാല് വാങ്ങിച്ച് എൻ്റെ കുഞ്ഞിന് കൊടുക്കാനാണെന്ന് പറഞ്ഞു. അയാൾ ആ 10 രൂപ വാങ്ങി ആ കുപ്പിയുമായി പാല് വാങ്ങിക്കാൻ പോയി. പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നവർക്ക് പാല് വാങ്ങിക്കാൻ പോയി. പാല് വാങ്ങിക്കാൻ പോയ ആ മനുഷ്യൻ തീവണ്ടി വിടാറായിട്ടും വന്നിട്ടില്ല. അപ്പോൾ ഈ വണ്ടിയിലിരുന്നാണ് പറഞ്ഞു, ആ കാശും കൊണ്ട് അവൻ പോയി, നിങ്ങൾക്ക് വേറെ വട്ടുണ്ടായിരുന്നു അയാളെ കൊടുത്തുകൂടെ?
അപ്പൊ ഈ അച്ഛൻ പറഞ്ഞു ഇല്ല, അയാൾ വരും, അയാൾ എൻ്റെ കൊച്ചിന് പാലായിട്ട് വരും, എനിക്ക് ഉറപ്പുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ കുറേ കഴിഞ്ഞ് വണ്ടി വിടാതെ വിസിലടിച്ചു, വണ്ടി മൂവ് ചെയ്തു. വണ്ടി പ്ലാറ്റ്ഫോമിൽ കൂടി ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു മനുഷ്യൻ ഓടിക്കതച്ച് വരിക. ഇയാളുടെ കമ്പാർട്ട്മെന്റ് നോക്കിക്കൊണ്ട് ഓടിക്കതച്ച് വരുന്ന മനുഷ്യൻ ആ ട്രെയിനിൽ നിന്നുകൊണ്ട് കൈ നീട്ടിക്കൊണ്ട് ഈ കുപ്പിയും പാലും കൂടി ആ മനുഷ്യന്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. അയാൾ കുപ്പിയും ഗ്ലാസും വാങ്ങി കൊച്ചിന് പാൽ കൊടുത്തു. ആ വണ്ടിയിലിരുന്ന മനുഷ്യൻ ചോദിച്ചു, ഈ വണ്ടി വിടാറായപ്പോൾ നിങ്ങൾക്ക് ഇത്ര ധൈര്യം ഉണ്ടായെന്താ അയാൾ ഈ കുപ്പിയും പാലുമായിട്ട് വരുമെന്ന്? എനിക്കറിയാമായിരുന്നു അയാൾ വരുമെന്ന്. കാരണം അയാൾ കതർ ഷർട്ടും കതർ മുണ്ടാണ് ഇട്ടിരുന്നത്, അതുകൊണ്ട് എനിക്കറിയാമായിരുന്നു അയാൾ വരുമെന്ന്. സുഹൃത്തുക്കളെ, അതിനുശേഷം ഒരു 80-89 കാലഘട്ടം, ഒരു 90 കാലഘട്ടം ആയപ്പോഴത്തേക്കും ഇതുപോലെ ട്രെയിനിൽ സഞ്ചരിച്ചിരുന്ന ഒരു മാതാവിൻ്റെയും പിതാവിൻ്റെയും ഒരു കുഞ്ഞു കൊച്ചു സഞ്ചരിക്കുന്ന പോലെ സഞ്ചരിച്ചൊരു കുട്ടിയുടെ മാല കാണാതെ. ഈ മാല കാണാതെ പോയിട്ട് ആ കമ്പാർട്ട്മെന്റ് മുഴുവൻ തപ്പിയിട്ടും ഈ മാല കിട്ടിയില്ല. മാല കിട്ടാതെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അവർ കംപ്ലൈൻറ്റ് ചെയ്തു. TTR വന്നു. TTR വന്നു, ആരെങ്കിലും മാല എടുത്തെങ്കിൽ കൊടുക്കുക, രഹസ്യമായിട്ടാണ് കൊടുക്കാൻ എടുത്തിട്ടുണ്ടെങ്കിൽ എന്നെ തന്ന രഹസ്യമായി തന്നാൽ മതി, ഞാൻ ആരും അതേ രഹസ്യമായിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞു. ആരും ഒന്നും വേണ്ടിയില്ല. പക്ഷെ കമ്പാർട്ട്മെന്റിൽ ഒരു സ്ത്രീ പറഞ്ഞു, എനിക്കൊരാളെ സംശയമുണ്ടെന്ന് പറഞ്ഞു. ആരാണെന്ന് ചോദിച്ചു. നേരെ ഓപ്പോസിറ്റ് ഇരുന്ന ഒരാളെ ചൂണ്ടിക്കാണിച്ചപ്പോൾ എനിക്ക് അയാളെ സംശയമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവർ സംശയമുണ്ടെന്ന് പറഞ്ഞാൽ അപ്പോൾ TTR പറഞ്ഞു, താങ്കൾ വരാൻ പറഞ്ഞു. അദ്ദേഹത്തെ എഴുന്നേൽപ്പിച്ചു. പരിശോധിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മാല കിട്ടി. ആ TTR മാല ഈ കൊച്ചിൻ്റെ അച്ഛനെ ഏൽപ്പിച്ചു. എന്നിട്ട് അയാൾ സ്ത്രീയോട് ചോദിച്ചു, നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി ഇയാളാണ് ഈ മാല എടുത്തത്? നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി ഇയാൾ ഈ മാല എടുത്ത ഇയാളാണെന്ന് എങ്ങനെ മനസ്സിലായിരുന്നു? ഉടനെ സ്ത്രീ പറഞ്ഞു, കണ്ടറിയാമ്പോൾ അയാൾ കർഷിപ്പൻ തന്നുകൊണ്ടിട്ടേക്കും, അതുകൊണ്ട് അയാൾ കള്ളനാണെന്ന് എനിക്കറിയാം. അത് ഇന്നത്തെ കോൺഗ്രസ്. അതുകൊണ്ടാണ് എൻ്റെ സുഹൃത്ത് നേരത്തെ സൂചിപ്പിച്ച പോലെ യഥാർത്ഥത്തിൽ സത്യത്തിലുള്ള കോൺഗ്രസ് എസ് തന്നെയാണ്. കാരണം ആ രാഷ്ട്രീയ മൂല്യങ്ങൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ, അതാണ് ഇന്ത്യൻ